MES ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി MES യൂത്ത് വിംഗ് നടത്തിവരുന്ന കലാജാഥയ്ക്ക് MES കോളേജ് വടകരയിൽ കൃത്യമായ സ്വീകരണം നൽകി. വിദ്യാർത്ഥികളുടെ ഒപ്പന, ബാൻഡ് മേളം എന്നിവ പരിപാടിക്ക് മാറ്റുകൂട്ടി. കലാസാംസ്കാരിക മത്സരങ്ങളിൽ 33 കോളേജുകൾ പങ്കെടുക്കുന്നുണ്ട്. ജനുവരി 17 പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും 29, 30, 31 തീയതികളിൽ എറണാകുളത്ത് സ്റ്റേജ് പരിപാടികളുമാണ് നടക്കുന്നത്. വടകര MES കോളേജ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ കോളേജ് മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വരയാലിൽ മൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു. MES വടകര താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി കോരങ്കോട് ജമാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം MES സംബന്ധിച്ചിടത്തോളം അതിന്റെ 60 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഈ മുഹൂർത്തത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയും ഇന്ത്യക്ക് പുറത്തും നടത്തപ്പെടുന്ന ഒരു മഹത്തായ ഒരു വിദ്യാഭ്യാസ സംഘടനയാണ് MES. അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഈ നാട് ജന്മം കൊടുത്തത് ഏറെ ബഹുമാനിയായ കോഴിക്കോടിന്റെ പ്രിയപുത്രൻ, ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പിതാവ് ഡോക്ടർ ഗഫൂർ സാഹിബാണ്. അദ്ദേഹം ചുരുങ്ങിയ ഒരു ലോഡ്ജ് മുറിയിൽ തുടങ്ങി ഇന്ന് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മെഡിക്കൽ കോളേജ് അടക്കമുള്ള 250ഓളം സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് ധാർമ്മികമായി ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി തുടക്കം കുറിച്ച ഒരു മഹത്തായ സംഘടനയാണ് MES. MESനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. MES മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ആണെങ്കിൽ പോലും ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ മതേതര കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ഒരുപോലെ കാണാനും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നൊരു സമുദായത്തെ ആ വിദ്യാഭ്യാസപരമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവേകത്തിനോട് കൂടി ഈ രാജ്യത്തിന്റെ പുതുധാരയും പുതിയ മതേതര കൾച്ചറിനോട് ഈ സമൂഹത്തിൽ ഈ രാഷ്ട്രത്തെ സേവിക്കാനുള്ള ആളുകൾ വളർത്തിയെടുക്കാനുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ ജാഥ ക്യാപ്റ്റൻ RK ഷാഫി, വൈസ് ക്യാപ്റ്റൻ ഡോക്ടർ മുഹമ്മദ് റിയാസ്, കോർഡിനേറ്റർമാരായ ഡോക്ടർ ഇസ്ഹാഖ്, അഫ്സലിയം, അഡ്വക്കേറ്റ് ഷഫീഖ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ച് സംസാരിച്ചു. ജനുവരി 17 സംസ്ഥാന യൂത്ത് ഫെസ്റ്റിന്റെ സ്റ്റേജിതര മത്സരങ്ങൾ MES മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നു. അതോടൊപ്പം തന്നെ 29, 30, 31 തീയതികളിൽ എറണാകുളത്തെ രാജേന്ദ്ര മൈതാനിയിലും ടൗൺ ഹാളിലും ഫൈൻ ആർട്സ് ഹാളിലും കേരളത്തിലെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ സംസ്ഥാന യുവജനോത്സവം നടക്കുകയാണ്. അപ്പോൾ പ്രിയങ്കരനായിട്ടുള്ള സിനി ആർട്ടിസ്റ്റ് ജയറാം, ഷൈൻ നിഗം, സാനിയ അയ്യപ്പൻ, അതേപോലെ തന്നെ പ്രമുഖ ഗായകൻ സന്തോഷ് ശിവൻ അടക്കമുള്ള സാംസ്കാരിക കേരളത്തിന്റെ നേതാക്കൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്. K. ഇസ്മായിൽ, പൂത്തോളി അബ്ദുൾ റഷീദ്, മൊയ്തു മാസ്റ്റർ KK, ജമാൽ PK, പത്മകുമാർ U, പ്രയാഗ S എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ EK അഹമ്മദ് സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർമാൻ അസ്ഫൂൺ യൂസഫ് നന്ദിയും പറഞ്ഞു.